Guys, this is Arshi. This is Mirza. And welcome back to our YouTube channel. Yes. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയതാണ്. മിച്ചുൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിൽ വന്ന സമയത്ത് എന്തോ നമുക്ക് ഇപ്പോൾ ഭയങ്കര ചൂടുള്ള സമയമാണ്, ഭയങ്കര ചൂടാണ്, തീരെ തണുപ്പ് തീരെയില്ല, അത്രയും ചൂടാണ്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെ ചില സമയത്ത് നമുക്ക് എന്തെങ്കിലും ഫുഡിനോടൊക്കെ ക്രേവിങ്സ് ഉണ്ടാകുന്ന സമയത്ത് ഞങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാമെന്ന് അറിയില്ല, പക്ഷെ നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത് ഖത്തറിൽ കഞ്ഞിയും മീൻ പൊരിച്ചതിനെയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ രണ്ടുപേരും ഭയങ്കര ഇഷ്ടമാണ്, രണ്ടുപേർക്കും മീൻ പൊരിച്ചതും കഞ്ഞിയും അല്ലേ, നല്ല തേങ്ങ ഇട്ടിട്ടുള്ള കഞ്ഞി കിട്ടും ഇവിടെ, പൊടിയേരിൻ്റെ കഞ്ഞി, അത് ഭയങ്കര അടിപൊളിയാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഇവിടെ വന്ന സമയത്തൊക്കെ ഓൾമോസ്റ്റ് മന്ത്ലി എനിക്ക് തോന്നുന്നു അറ്റ്ലീസ്റ്റ് വൺസ് അല്ലേ നമ്മൾ കഴിക്കലില്ലേ, പുറത്തുനിന്ന്. വീട്ടിൽ നിന്ന് എന്തായാലും നമ്മൾ കഞ്ഞി വെക്കലുണ്ട്, പക്ഷെ പുറത്തുനിന്ന് നമ്മൾ മീൻ പൊരിച്ചതും കഞ്ഞിയും നമ്മൾ പുറത്തുനിന്ന് കഴിക്കലുണ്ട് മന്ത്ലി വൺസ് എങ്കിലും. അപ്പൊ ഇന്ന് നമ്മള് കഞ്ഞി മേടിച്ചിട്ടുണ്ട്. നമ്മള് സാധാരണ കഞ്ഞി എവിടുന്ന മേടിക്കല്, അവിടുന്ന് ഷോപ്പുണ്ട്, ജുനൈദ, ആ ഷോപ്പിന്ന് സംതിങ് ലൈക്ക് ദാറ്റ്. ഓക്കെ, അപ്പൊ അങ്ങനത്തെ ഒരു അവിടുന്ന് നമ്മൾ കഞ്ഞി മേടിച്ചിട്ടുണ്ട്, പൊടിയിനി കഞ്ഞി മേടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ മത്തി പൊരിച്ചത് മേടിച്ചിട്ടുണ്ട്. അപ്പം അത് നമ്മൾ നല്ല അടിപൊളി, കാരണം നമ്മൾ പുറത്തിരുന്നിട്ട് കഴിക്കില്ല, നമ്മൾ ഒട്ടുമിക്ക സമയത്ത് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കഴിക്കാം. വണ്ടിയിൽ ഇരുന്നിട്ട് ഞങ്ങൾ തന്നെ എന്തെങ്കിലുമൊക്കെ ആക്കിയിട്ട് കഞ്ഞി കുടിക്കും. ഫസ്റ്റത്തെ പ്രാവശ്യം സ്പൂണില്ലേനു, സ്പൂൺ അവർ തരാൻ മറന്നുപോയി, അപ്പോൾ തിരിഞ്ഞില്ല അല്ലെ, ഫസ്റ്റത്തെ പ്രാവശ്യം സ്പൂണില്ലേനു. അതുകൊണ്ട് തന്നെ അച്ചാറിന്റെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു, കുഞ്ഞി ബോട്ടിൽ, അതും കൊണ്ടാണ് കോരി കുടിച്ചത്. പിന്നെ അപ്പൊ അന്ന് നമ്മൾ അത് അങ്ങനെ പുറത്തിരുന്ന സമയത്ത് പുറത്തൊക്കെ വന്നിട്ട് നമ്മൾ ഇവിടെ മിനാപോർട്ടിൽ വന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നത്. അത് നല്ല അടിപൊളി, നമ്മളിങ്ങനെ കടൽ നോക്കിയിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്ന ആ ഒരു ഫീൽ ചെയ്യുന്നു. അപ്പം ഫീലല്ല, അങ്ങനെ ചെയ്യുന്നു ആക്ച്വലി അന്ന്. അപ്പോൾ അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല, നമ്മൾ അന്ന് മൈൻഡിൽ ഒന്നും ഇല്ലേനു, യൂട്യൂബ് സംഭവങ്ങളൊക്കെ തുടങ്ങും എന്നുള്ളതൊന്നും ഇല്ലേനു. പക്ഷെ ഇന്ന് നമ്മൾ എന്ത് ചെയ്ത്, അങ്ങനെ ഒരു ആഗ്രഹം വന്നപ്പോൾ വൈനോട്ട് ഒരു വീഡിയോ എടുത്തുകൂടാം അല്ലേ. അപ്പൊ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വൺസ് നിങ്ങളോ എന്ത് ചെയ്യുക, ഇങ്ങനത്തെ ഒക്കെ ഒരു സംഭവത്തിലാണ് ഞങ്ങൾ ഭയങ്കര ഹാപ്പിനെസ് കേട്ടോ. ഇങ്ങനത്തെ ഓരോരോ സംഭവങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഭയങ്കര ഹാപ്പിയാണ്. അതിൽ മൈന്യൂട്ട് നമ്മൾ ടൈം ഒരുമിച്ച് നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ വിത്ത് നോട്ട് ജഡ്ജ്മെന്റ്, അതിൽ വേറൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക ഷെയിമും കാര്യങ്ങളൊന്നും വിചാരിക്കണേ, ഞങ്ങൾ രണ്ടുപേരും പ്രോപ്പറായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവങ്ങൾ അതൊക്കെ. അപ്പം ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. കഴിഞ്ഞ ദിവസം നമ്മളിവിടെ വന്നിട്ട് സീഗളിനെ കാണാൻ വേണ്ടിയിട്ടൊക്കെ വന്ന് പോയിട്ടുള്ള ഒരു സ്ഥലമാണ്. അപ്പം ഈ ഒരു വ്യൂ ഓൾമോസ്റ്റ് നമ്മൾ പുറത്തിറങ്ങി എപ്പോഴും കാണുന്ന ഒരു വ്യൂ ആണ്. എനിക്ക് തോന്നുന്നു ഏർലി മോർണിംഗ് അതുപോലെ തന്നെ നൈറ്റുമാണ് ഖത്തർ കാണാനൊരു അടിപൊളി. ഉച്ചക്കൊന്നും എനിക്ക് പുറത്തേക്ക് ഇറങ്ങുന്നേ എനിക്ക് ഇഷ്ടമില്ല, പ്രത്യേകിച്ച് ചൂടുകൊണ്ടാണ്. പക്ഷെ എന്നാലും ചൂടില്ലെങ്കിൽ എനിക്ക് പുറമെ നമ്മളിപ്പോ ഈ വിന്ററിന്റെ സമയത്ത് പുറത്തിറങ്ങിക്കോ പകല് ഇല്ലല്ലോ, ആ തണുപ്പുണ്ട്, പക്ഷെ എനിക്ക് പൊതുവേ താല്പര്യമില്ല. പക്ഷെ ഈ ഒരു വ്യൂ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ സമയത്തും നമ്മൾ കാണുന്നത്. പിന്നെ രാത്രിയൊക്കെ റോഡ് കാണാൻ ഭയങ്കര അടിപൊളി. നിങ്ങൾ കണ്ടോ, മൂണും സ്റ്റാറും ഒക്കെ എല്ലാ സൈഡിലും ഇതുപോലെ റമലാൻ അസോസിയേറ്റ് ചെയ്തിട്ട്, ഐ മീൻ റമലാൻ വരുന്നതായിട്ട് ഇങ്ങനത്തെ ഒക്കെ ഓരോരോ എന്താ പറയാ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, രാത്രി കാണാൻ നല്ല ഭംഗിയാ അല്ലേ വിശോ, നല്ല അടിപൊളിയാണ് രാത്രി കാണാൻ വേണ്ടിയിട്ട്. ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ രാത്രി ആ ഒരു ഏരിയ കാണാനും അടിപൊളിയാട്ടോ. നമ്മള് ഇന്നലെ നിങ്ങൾ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല, വീഡിയോയില് നമ്മൾ കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ ഉണ്ടായിരുന്നു ഒരു വലിയൊരു ഷിപ്പ് ഉണ്ട്. എന്താ ക്രൂസ് ഷിപ്പ് ഇവിടെ വന്നിട്ടുണ്ട്. അത് ഇവിടെ വന്നൊക്കെ തോന്നുന്നു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് അതൊന്നും തിരിച്ചു പോകുന്നത്. അപ്പൊ അന്ന് നമ്മൾ അതും വ്യൂ ചെയ്തിട്ടായിരുന്നു കഞ്ഞി കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇന്ന് എന്താ വ്യൂ എന്ന് അറിയില്ല, പക്ഷെ നമ്മള് ഈ ഒരു എന്താ പറയാ കോർണിഷന്റെ ഏരിയ ആണ് പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ ആ രീതിയിൽ നല്ലൊരു വ്യൂ കിട്ടുന്ന സ്ഥലത്ത് പോയിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ വണ്ടിയിൽ ഇരുന്നിട്ട് തന്നെ കഞ്ഞി കുടിക്കുന്നതായിരിക്കും അല്ലേ വിച്ചേ. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഇവിടെ ഇപ്പം തന്നെ ഫുള്ളാട്ടോ, വീക്കെൻഡ് ഒന്നല്ലല്ലോ. പക്ഷെ ഇവിടെ എപ്പോൾ ഇങ്ങനെ പാർക്കിങ്ങിന് ഭയങ്കര പ്രശ്നമല്ലേ. തണലുള്ളടത്ത് നിർത്തണേ.
ആ അത് പറഞ്ഞപ്പോഴാ എനിക്ക് മറ്റേ ഈച്ചുവിന്റെ പാട്ട് ഇറങ്ങിയില്ലേ നാമിച്ചേക്കാം, മറ്റേ ചാമ്പയ്ക്ക ചുണ്ടും നല്ല ചെമ്പഴുക്ക, അത് അത് ഭയങ്കര അടിപൊളി പാട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഷാദി മസ്തി അതിനെക്കാളും ഇഷ്ടപ്പെട്ടത് ആ പാട്ടാ. ഭയങ്കര നല്ല രസമുണ്ട് അത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഷാദി മസ്തി നല്ലൊരു വൈബ്രന്റ് സോങ്, ഒരു കല്യാണ സോങ്, രസമുണ്ട്. പക്ഷെ അല്ലാതെ ഇത് അത് 2-3 തവണ എനിക്ക് തോന്നുന്നു ഷാദി മസ്തി ഒരു 2 times വാച്ച് ചെയ്തപ്പോഴാണ് അതിനോടൊരു ഇഷ്ടം വന്നേ. പക്ഷെ ഈ ചാമ്പയ്ക്കല്ലേ, അത് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തന്നെ അടിപൊളി, നല്ല രസമുണ്ടായിരുന്നു. ഇവിടെ കുറേ പേര് ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ, തണലത്തൊക്കെ ഇരുന്നിട്ട് ഉണ്ടോ. അപ്പോൾ നമ്മള് കുറേ നോക്കി തപ്പി ഇവിടെ എല്ലായിടത്തും ഫുള്ളാട്ടോ, എല്ലാവിടെയും പാർക്കിങ്ങും ഫുള്ളാ. നമ്മള് സീനെ നോക്കി മീച്ചുവിൻ്റെ ഒപ്പരം ഇതാ നമ്മൾ കഞ്ഞി കുടിക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫ്രണ്ട് വ്യൂ വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിങ്ങനെ അപ്പുറത്തെ സൈഡിലല്ലേ നിർത്തിയിട്ടത്, കോർണിശ്ശേരിയല്ലേ. ഇത് കോർണിശ്ശേരി എന്നാ വരുന്നത്. അപ്പൊ ഇവിടുന്ന് നമ്മൾ ഇനി കഞ്ഞി കുടിക്കാൻ പോവാണ്. അപ്പൊ കഞ്ഞി എടുക്കും വെച്ചു. സീറ്റ് ബെൽറ്റ് പോരാ. അൺബോക്സിങ്. അച്ചാർ ഇട്ടിക്കില്ല, സ്പൂണില്ല. ആ സ്പൂണുണ്ട്. സാധാരണ നമുക്ക് സ്പൂണ് കിട്ടലില്ല. സ്പൂണ് കിട്ടിയിട്ടുണ്ട്, അച്ചാറുണ്ട്. ഇത് ആക്കുമ്പോ ഒരു വട്ടം എങ്ങാനോ തട്ടിപ്പോയിക്കല്ലേ. മീനും അത് എനിക്കുള്ളതാ. മറിയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം, അത് പിടിക്ക്, ഇതങ്ങോട്ട് തിരിക്കട്ടോ. മറിയുന്നതിന് കുറച്ച് വെള്ളം നമുക്ക് ആദ്യം കുടിക്കാം. ശ്രദ്ധിച്ചോടാ. അടിപൊളി. അച്ചാർ ഇതാട്ടോ, അച്ചാറുണ്ടാവുന്ന പറഞ്ഞില്ല ഇതിൽ. അച്ചാർ ആദ്യം ഞങ്ങൾ കുടിച്ചത് സ്പൂണ് കിട്ടാനില്ലാത്തതുകൊണ്ട് അച്ചാർ മൊത്തം ഇതിൽ കഞ്ഞിയിൽ ഒഴിച്ചിട്ട് ഇതിൽ കോരി കുടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ പൊരിച്ചത് അടിപൊളി. എത്ര മീൻ പൊരിച്ച്? 4 എണ്ണം പൊരിച്ചില്ലേ? കാറിന്റെ ഇതൊന്ന് തുറന്നിട്ടോ, സ്മെല്ല്. പക്ഷെ അതൊന്നും ഞങ്ങളെ ബാധിക്കൂല, ഞങ്ങൾ നല്ലോണം കഴിക്കും. ഒരു സ്പൂണുള്ളൂ? വെള്ളം കുടിച്ചോ? സെറ്റാ? തുടങ്ങാ? സീ വിത്ത് കഞ്ഞി ആൻഡ് അച്ചാർ വിത്ത് മിച്ചു. അടിപൊളി. ഷോയു. എന്നിട്ട് കഞ്ഞി എടുക്കാം, ഇതിലോട്ടേക്ക് കുറച്ച് ജസ്റ്റ് ഇളക്കി കൊടുക്കും. എന്നിട്ട് ഒരു കഷ്ണം മീൻ പൊരിച്ചത്
സ്വർഗം. കഞ്ഞി എന്ന് പറഞ്ഞൊരു ഫീലിങ്സ് അല്ലേ, അടിപൊളി. അപ്പം ഞങ്ങൾ വീഡിയോ എടുക്കാൻ നിന്നാൽ കഞ്ഞി കൂടി നടക്കില്ല, അതുകൊണ്ട് നമ്മൾ കഞ്ഞി കുടിച്ചിട്ട് വരാം. ഓക്കെ, കൂടിയിട്ട് മിക്സാം. പക്ഷെ നമ്മൾ മുന്നേ ഇല്ലേ ചെറുപ്പത്തിലൊന്നും കഞ്ഞി കുടിക്കുന്നതന്നെ എനിക്ക് ഇഷ്ടമില്ലേനു. ഒരു പനി വന്നാൽ ഉമ്മച്ചി ഫുള്ള് കഞ്ഞിയാ തരുക. അന്നേരമൊക്കെ എന്തോ ദേഷ്യേനു. ഇപ്പൊ കഞ്ഞി പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാ, നാടൻ ഫുഡിനെ പ്രിഫർ ചെയ്യാം. ആൻഡ് കഞ്ഞി ഫുൾ ഫിനിഷ് ആയിട്ടുണ്ട്. എന്തായിരുന്നു വെച്ചോ? ഒന്നാമത് അതെ, ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം എരിവുണ്ട് കേട്ടോ അച്ചാറ്. സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് നിന്ന് ഇഷ്ടപ്പെട്ട ആളോടൊപ്പം കഴിക്കുമ്പോൾ അപ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ അപ്പോൾ കിട്ടുന്നൊരു ഹാപ്പിനെസ്, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. ഇഫ് യു ആർ കഞ്ഞി ലവർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ടൊരു ഫുഡ് ആവട്ടെ, നിങ്ങൾ ഇതുപോലെ ഒരു ബീച്ച് വ്യൂ ഒക്കെ കണ്ട്, അല്ലേ മിച്ചേ, ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ഇതുപോലെ നമുക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്, ഒരു സന്തോഷമുണ്ട്. അപ്പം നമ്മൾ ഓരോ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യണ്ട അല്ലേ, അതായത് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുമ്പോഴത്തേനും കിട്ടുന്ന ഒരു സന്തോഷം ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമ്മൾ ലീവ് ദ മൊമെന്റ് എന്നൊക്കെ പറയില്ല, ശരിക്കും പറയണത് ഇങ്ങനെയൊക്കെയാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട സംഭവങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്യാം അല്ലേ, ശരിക്കും അത് പറയുന്നത് ഇങ്ങനത്തെ ഒക്കെ ഓരോ കാര്യത്തിനാണ്. അപ്പം അത് മറ്റുള്ളവർക്ക് അതിപ്പോൾ ഞങ്ങളിപ്പോൾ ഇത് മത്തി പൊരിച്ചത് കഞ്ഞിയും കൂട്ടിയിട്ട് ഞങ്ങൾ ആസ്തെറ്റിക്കും അതുപോലെ തന്നെ തനി നാടനും ഞങ്ങൾക്ക് ബോത്ത് രണ്ടും നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏതാ കുറച്ചും കൂടെ ഇഷ്ടം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല, പക്ഷെ ബോത്ത് ഞങ്ങൾക്ക് രണ്ടും അത്രയും ഇഷ്ടമുള്ള രണ്ടാൾക്കാരാണ് രണ്ടുപേരും. മിച്ചു ആണെങ്കിലും ഞാനാണെങ്കിലും അങ്ങനെ തന്നെ. സോ എന്താ പറയുക, ഓരോ മൊമെന്റ്സും ചെറിഷ് ചെയ്യാനും ഹാപ്പി ആകാനും അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് ഇരിക്കാനൊക്കെ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ അറ്റ് ദ മൊമെന്റ് എത്രത്തോളം ഹാപ്പി ആക്കുന്നു അതിനനുസരിച്ചിട്ട് നമ്മളുടെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുക. അപ്പോൾ ഇൻഷാല്ല ജസ്റ്റ് നിങ്ങളും കൂടി ഒന്ന് ട്രൈ ആക്കി നോക്കുക, എങ്ങനെയുണ്ട് എന്താ അവസ്ഥ എന്നൊക്കെ ഉള്ളതൊന്ന് നോക്കി നോക്കാം. ആൻഡ് ഞങ്ങൾക്ക് ഇത് ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾക്ക് ഓരോ മൊമെന്റ്സും നമ്മൾ ഹാപ്പി ആക്കുന്ന മൊമെന്റ്സ് ആണ്. ആൻഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കൂടെ ഒന്ന് ഇറങ്ങും കേട്ടോ, കൈ കഴുകാൻ നമ്മളെ അടുത്ത് വെള്ളമുണ്ട്, ഇവിടെ വെള്ളമുണ്ട്, പക്ഷെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇറങ്ങണം എന്നുള്ളൊരു ആഗ്രഹം അല്ല വെച്ചാൽ. ആണെങ്കിലും മുടിഞ്ഞ വെയിലും, നല്ല വെയിലാ, ചെറിയ വെയിലൊന്നുമല്ല, നല്ല വെയിലുണ്ട്. എന്തായാലും ഇൻഷാല്ലാ നോക്കാം. ദിസ് ഈസ് ദ വ്യൂ. അടിപൊളി കേട്ടോ, നല്ല, അതായത് വണ്ടീൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴത്തെ ഒരു ഇതൊന്നും ഇവിടെ ഇല്ല. അവിടെ നിങ്ങൾ കണ്ടോ, ജസ്റ്റ് ചെരുപ്പിട്ടിട്ട് ഇറങ്ങി ചിലപ്പോൾ ഞാൻ മോന്ത കുത്തി നിലത്ത് വീഴും, അതുകൊണ്ട് ചെരുപ്പ് ഇടാണ്ട് പിടിക്കണോ, നോക്കി ഇറങ്ങണേ. ബിസ്മില്ലാ. അറിയോ വണ്ടി കുറെ നേരം നമ്മള് ഇങ്ങനെ നിർത്തിയിട്ടാണല്ലോ, അപ്പൊ അതിന്റെ ചൂടും ഉണ്ടാവും. കാല് നോക്കണേ. ചെറിയ ചെരുപ്പ് എടുത്ത് കൊണ്ടുവന്നു അങ്ങോട്ടേക്ക്. കാല് വേദനയായിട്ട് അതുകൊണ്ട് എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. ശ്രദ്ധിച്ച് ഫോണ് എല്ലാ സാധനങ്ങളും ഇതിലുണ്ട്. കാല് നല്ല വേദന ഉണ്ട് കേട്ടോ. ഇതിട്ട് ഇറങ്ങിക്കോ, നല്ല വേദന ഉണ്ട് കാല്.
നിങ്ങളെന്താ കാര്യത്തെ വെള്ളാന്ന് വിചാരിച്ചിട്ട് നല്ല ഉപ്പ് കടലിന് വെള്ളത്തിന് പിന്നെ ഉപ്പില്ലാണ്ട് എന്തുണ്ടാവും മീ കാലുവേദനയില്ലേ ഇതില് വീഴാൻ തോന്നുന്നതില്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ ടൈപ്പ് വീഡിയോസൊക്കെയാണ് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഓക്കെ, അപ്പോൾ പുതിയൊരു ഇങ്ങനത്തെ ഒരു നോർമൽ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. ആൻഡ് ഇനിയിപ്പോൾ റമദാനും കാര്യങ്ങളൊക്കെ ആയല്ലോ, അപ്പോൾ എല്ലാവർക്കും എല്ലാ ഐശ്വര്യവും സ്നേഹവും സമാധാനവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻഡ് ബൈ ബൈ.